വെൽക്കം ടു സീമ ലേൺ സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ മിൽട്ടൺ ടു പ്രീ റൊമാൻറ്റിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ ബ്ലോക്ക് 1 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണയായി നമ്മൾ ചെയ്യാറുള്ളത് എല്ലാ പേപ്പേഴ്സിലെയും ഓരോ പേപ്പറിൻ്റെയും ഓരോ ബ്ലോക്കും അതിനകത്തുള്ള സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ കണ്ടീഷൻസ്, മേജർ റൈറ്റേഴ്സ്, മൈനർ റൈറ്റേഴ്സ്, അവരുടെ വർക്കുകൾ, ഇങ്ങനെ ഓരോ വീഡിയോകളായിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു പേപ്പറിൻ്റെ സമയത്ത് അതിനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്ക് വന്ന ചില സജഷൻസ് പ്രകാരം, അതായത് മിൽട്ടൺ ടു പ്രീ റൊമാൻറ്റിക്സിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് പേരൊന്നുമല്ല, പക്ഷെ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ബ്ലോക്കിനകത്തും എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്, അതിനകത്ത് എക്സാമിന് വരാവുന്നത് ഏതൊക്കെയാണ്, എക്സാമിന് വരാവുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും നമുക്ക് പഠിക്കാനൊന്നുമില്ല. പക്ഷെ നമുക്ക് ചിലതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് കുറച്ചും കൂടി നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും. അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളൊരു പേപ്പറും ഒരു പേനയും എടുക്കുക. കാരണം ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിനകത്ത് ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ അങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് രാജാക്കന്മാരുടെ, അവരുടെ അടുത്ത തലമുറ, അപ്പോൾ അവരുടെ രീതികൾ, ഓരോ ആളുകളും ഭരിക്കുന്ന സമയത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ്, എന്തെല്ലാം പ്രോബ്ലംസാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് കുറേ കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഓൾറെഡി വായിച്ച് മനസ്സിലാക്കിയ ആൾക്ക് കേൾക്കുന്ന സമയത്ത് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്നവർക്കാണെങ്കിൽ ഇത് ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. ഒരു പേപ്പറും ഒരു പേനയും എടുത്തിട്ട് നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ജസ്റ്റ് പോയിൻ്റ് ചെയ്താൽ മതി, എഴുതേണ്ട. ഇത്ര കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് എന്ന് മാത്രം നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കംപ്ലീറ്റ് കേട്ടതിന് ശേഷം അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർത്തിട്ട് എക്സാം എഴുതാൻ പറ്റും. ഒരു കാര്യം, നമ്മളിപ്പോൾ ഓരോ ബ്ലോക്കിലും 1, 2, 3, 4 യൂണിറ്റ്സുകളുണ്ടാവും അല്ലേ. അപ്പോൾ അതിനകത്തൊക്കെ ചില ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാം നോട്ട് ഞാനിതുപോലെ ക്ലിപ്സുകൾ കംപ്ലീറ്റ് ഉൾപ്പെടുത്താനുള്ളൊരു സമയപരിമിതി ഉള്ളത് കാരണം എന്താണ് എന്നുള്ളത് ഷോർട്ടാക്കിയിട്ട് ഞാൻ ഈ നോട്ടിൽ പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ ക്ലാസ്സിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതും ഒരു കഥ പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നാളത്തെ എക്സാമിന് ഒരു പക്ഷേ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ ക്ലാസ് നമ്മൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണക്റ്റ് ആവില്ല. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ബേസായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കത് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണുക. എന്നിട്ട് നിങ്ങൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, എങ്ങനെയാണ് നാളെ അത് എക്സാമിന് എഴുതേണ്ടത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത 2 വീഡിയോ ഞാൻ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതും നിങ്ങൾക്ക് ഇതുപോലെ വേണോ വേണ്ടോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താനും വളരെ കുറച്ച് സമയം കൊണ്ട് നാളത്തെ എക്സാമിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സാധ്യമാവുകയും ചെയ്യും. അപ്പോൾ നമുക്കിന്ന് ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യത്തെ ഒരു ഭാഗത്ത് എന്താണ് പറയുന്നത് നോക്കാം. തുടക്കത്തിൽ നമ്മൾ പറയുന്നത് ഇംഗ്ലണ്ടിലെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്താണ് എന്നുള്ളതാണ്. ജെയിംസ് 1 മുതലാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ റിലീജിയസ് ആയിട്ടുള്ളൊരു കാര്യം ആദ്യം പറഞ്ഞുതരാം. അതായത് ഇവിടെ പ്രൊട്ടസ്റ്റൻ്റ്, അതേപോലെ പ്യൂരിറ്റൻസ്, കാത്തോലിക്സ്, ഇങ്ങനെ 3 വിഭാഗമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവർ തമ്മിലുള്ള ചില ഇഷ്യൂസാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള റിലീജിയസ് പ്രോബ്ലം ഇവിടെ നിലനിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ജെയിംസ് 1 അപ്പോൾ ജെയിംസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോട്ട്ലാൻഡിലെ ജെയിംസ് 6th ആയിരുന്നു അദ്ദേഹം, 6ാമൻ. അദ്ദേഹം ഇംഗ്ലണ്ടിലെ ജെയിംസ് 1 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇംഗ്ലണ്ടും സ്കോട്ട്ലാൻഡും തമ്മിൽ ഒന്നിപ്പിച്ചിട്ട് അദ്ദേഹം അവിടെ ഭരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം ഇതിൻ്റെ ഇടയിൽ അദ്ദേഹം സ്പെയിനുമായിട്ടുള്ള യുദ്ധമൊക്കെ അവസാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ജെയിംസ് ബൈബിൾ, നമ്മൾ കിങ്സ് ജെയിംസ് ബൈബിൾ എന്ന് പറഞ്ഞിട്ട് മുന്നേ ബൈബിൾ അതുമായി ഹിസ്റ്ററി പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അത് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, പ്യൂരിറ്റൻസിനെയും കാത്തോലിക്സിനെയും അടിച്ചമർത്തുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതായത് ഇദ്ദേഹം പ്രൊട്ടസ്റ്റൻ്റാണ്. ഈ പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം വേർഷനാണ്. പ്യൂരിറ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ മാറി വന്നിട്ട് വേറൊരു വിഭാഗമാണ്. കാത്തോലിക്സ് വേറൊരു വിഭാഗം. അപ്പോൾ ഈ പ്യൂരിറ്റൻസിൻ്റെയും കാത്തോലിക്സിൻ്റെയും അവരെ അടിച്ചമർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ഒരുപാട് സംഘർഷങ്ങൾക്ക് കാരണമായി. അപ്പോൾ അവിടെയാണ് ഈ ഗൺ പൗഡർ പ്ലോട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ഗൺ പൗഡർ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടുത്തെ രാജാവായിട്ടുള്ള ജെയിംസ് 1 ജനങ്ങളും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാവാൻ കാരണമായത് ഇവർ ഈ കാത്തോലിക്സിനെ അല്ലെങ്കിൽ മറ്റുള്ള മതവിഭാഗങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഈ രാജാവ് എന്നുള്ള തോന്നലിൽ നിന്നാണ്. അതായത് ഇംഗ്ലണ്ടിലെ ജെയിംസ് 1 രാജാവിനെയും പാർലമെൻറ്റിനെയും ഒക്കെ ഒരു
സ്ഫോടനം നടത്തിയിട്ട് വധിക്കാൻ വേണ്ടിയിട്ട് റോമൻ കാത്തോലിക്സിൽ നിന്നുള്ള കുറച്ച് ആളുകൾ നടത്തിയിട്ടുള്ള ഒരു പരാജയപ്പെട്ട ഗൂഢാലോചനയാണ് ഗൺ പൗഡർ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും ഇതുവർ ചെയ്യുന്നുണ്ടാവുക? ഈ പ്രൊട്ടസ്റ്റന്റ് ഭരണത്തിനെതിരായിട്ടാണ് ഇവരുടെ പ്രതിഷേധം. അതായത് കാത്തോലിക് ഭരണത്തെ പുനഃസ്ഥാപിക്കുകയും പ്രൊട്ടസ്റ്റന്റ് ഭരണത്തിനെതിരെയുള്ള ഇവരുടെ പ്രക്ഷോഭമാണ് ഈ ഗൺ പൗഡർ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മതപരമായ രീതിയിൽ ഈ പ്യൂരിറ്റൻസും അതായത് കാത്തോലിക്സും അതുപോലെ പ്രൊട്ടസ്റ്റൻസും തമ്മിലുണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ മതപരമായ രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ചാൾസ് വണ്ണിനെ കുറിച്ചാണ്. അപ്പോൾ ചാൾസ് വൺ ആരാണ്? ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ജെയിംസ് വണ്ണിൻ്റെ മകനാണ്. അപ്പോൾ ജെയിംസ് വണ്ണിൻ്റെ മരണശേഷം അടുത്ത അവകാശിയാണ് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ചാൾസ് വൺ. ഇനി ഈ ചാൾസ് വൺ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിയിരുന്നത്, അത് ജനങ്ങളെ എങ്ങനെയാണ് ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്, അതുപോലെ അവസാനം എന്താണ് ചാൾസ് വണ്ണിന് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ എന്തെല്ലാം ഇൻസിഡൻസ് പിന്നെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ രണ്ടാമത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചാൾസ് വണ്ണ് ആദ്യം ചെയ്തത് പാർലമെൻറ്റ് പിരിച്ചു വിട്ടിട്ട് ഒറ്റയ്ക്ക് ഭരിക്കുക എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ മിക്കപ്പോഴും പ്യൂരിറ്റൻസിനെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥ വന്നു. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇദ്ദേഹം പ്രൊട്ടസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്യൂരിറ്റൻസിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്യൂരിറ്റൻസ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന അവസ്ഥ വരികയും ചെയ്തു. പിന്നീട് ഇങ്ങനെ ഭരിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ വന്നിട്ടുള്ള ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി വരികയും അവസാനം ഒരു ലോങ് പാർലമെൻറ്റ് ചാൾസ് വിളിക്കുന്നുണ്ട്. അത് പക്ഷേ ഈ ലോങ് പാർലമെൻറ്റ് വിളിച്ചത് ഈ രാജാവിൻ്റെ അധികാരം കുറച്ച് കുറഞ്ഞു. അതായത് ഇവിടെ രാജഭരണമാണല്ലോ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ചാൾസ് വൺ ചെയ്യുന്നത് രാജഭരണം നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാജഭരണം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാർലമെൻറ്റ് പിരിച്ചുവിട്ടത്. പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ലോങ് പാർലമെൻറ്റ് വിളിക്കേണ്ട സാഹചര്യം ചാൾസ് വണ്ണിന് വരികയും അവസാനം രാജാവിൻ്റെ അധികാരം കുറച്ച് കുറയാൻ അത് കാരണമാവുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ അവസാനം പാർലമെൻറ്റ് തന്നെ ജയിക്കുകയും പിന്നീട് 1649 ചാൾസ് വണ്ണ് വധിക്കപ്പെടുകയും ചെയ്തു. ഇതോടെ വീണ്ടും പാർലമെൻറ്റിന് അവിടെ ആധിപത്യം ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലോങ് പാർലമെൻറ്റ് എന്താണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് സാമ്പത്തിക പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ ചാൾസ് ഒന്നാമൻ എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിലെ ചാൾസ് ഒന്നാമൻ രാജാവ് സാമ്പത്തിക ബില്ലുകൾ പാസ്സാക്കുന്നതിനും അതുപോലെ സ്കോട്ട്ലാൻഡിനെതിരായിട്ടുള്ള യുദ്ധച്ചെലവുകൾ കണ്ടെത്തുന്നതിനുമായിട്ടൊക്കെയാണ് 1640 നവംബറിൽ വിളിച്ചു കൂട്ടിയിട്ടുള്ളതാണ് ഈ ലോങ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് പാർലമെൻറ്റാണ് ഈ ലോങ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ യുദ്ധച്ചെലവ് കണ്ടെത്തുക, സ്കോട്ട്ലാൻഡിനെതിരായിട്ടുള്ള യുദ്ധങ്ങൾക്കായിട്ട് പണം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ചാൾസ് ഒന്നാമൻ രാജാവിൻ്റെ ഒരു പ്രഥമമായ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്ത് ചെയ്തു? ഈ അധികാര പരിധി ചോദ്യം ചെയ്യുക, അതായത് രാജാവിൻ്റെ ഈ ഏകാധിപത്യ പ്രവണതകളെയും അതുപോലെ അമിത അധികാരത്തിനെയും ഒക്കെ പാർലമെൻറ്റിനെ ശക്തമായി എതിർക്കാനുള്ള ഒരു അവസരം ഇവിടെ കിട്ടി. അങ്ങനെ ഈ ഒരു പാർലമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ സഭ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് രാജാവിന് യാതൊരു അധികാരവുമില്ല എന്നുള്ളൊരു നിയമം, അതാണ് പാർലമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്, അതവിടെ പാസ്സാക്കി. അപ്പോൾ രാജാവ് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടി നിൽക്കുകയല്ലേ, അതായത് സാമ്പത്തിക പ്രതിസന്ധി വന്നു, ഇങ്ങനെ ഒരു പാർലമെൻറ്റ് വിളിച്ചുവിടേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റൊരു സൈഡിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്തു? ഇതിനെ എതിർക്കാനുള്ള അവസരമായി മാറുകയും അതങ്ങനെ പാർലമെൻറ്റ് ആക്ട് നിലവിൽ വന്നു. പാർലമെൻറ്റ് ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ്? രാജാവ് ആവശ്യമില്ലാതെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഒരു സഭയും പിരിച്ചുവിടാൻ അവകാശമില്ല എന്ന് ഒരു നിയമമാക്കിയിട്ട് പാർലമെൻറ്റ് ആക്ട് നിലവിൽ വന്നു 1640. അങ്ങനെ ഒരുപാട് ഭരണഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ അവിടെ നടപ്പിലാക്കി. ഇങ്ങനെ ഇത് വന്നപ്പോൾ എന്തുണ്ടായത്? നിയമവിരുദ്ധമായിട്ടുള്ള ഒരുപാട് ടാക്സ് പിരിക്കുന്ന സംഭവങ്ങളൊക്കെ രാജാവ് കൊണ്ടുവന്നിരുന്നു. അതൊക്കെ അവിടെ നിർത്തലാക്കാനും അതുപോലെ രാജാവിൻ്റെ ഉപദേഷ്ടാക്കളുണ്ടാവുമല്ലോ, അവരെല്ലാം ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. പാർലമെൻറ്റ് ഒഴിപ്പിച്ച് വിട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം ചോദ്യം ചെയ്യാനുള്ള അവസരം കിട്ടിയതല്ലേ ഇവിടെ. അപ്പോൾ അവർ ഇങ്ങനെ നിയമവിരുദ്ധമായ രീതിയിൽ ടാക്സ് പിടിക്കുന്ന ആ ഒരു സാഹചര്യം നിർത്തലാക്കാനും അതുപോലെ രാജാവിൻ്റെ ഉപദേഷ്ടാക്കളെ വിചാരണ ചെയ്തിട്ട് അങ്ങനെയൊക്കെ എന്തൊക്കെ പ്രോബ്ലംസ് മുന്നിൽ നിലനിന്നിരുന്നു അതെല്ലാം ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരമാക്കി തീർക്കുകയും ചെയ്തു. ഇതെല്ലാം എന്തിലേക്ക് നയിച്ചു? ഒരു ഇംഗ്ലീഷ് സിവിൽ വാറിലേക്ക് നയിച്ചു. അപ്പോൾ രാജാവിൻ്റെ ഭരണത്തിന് എതിരെയുള്ള വലിയൊരു പ്രക്ഷോഭമാണ് ഇംഗ്ലീഷ് സിവിൽ വാർ എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിൽ? റോയലിസ്റ്റുകളും പാർലമെൻറ്റേറിയൻസും. അങ്ങനെ ഇതിൽ പാർലമെൻറ്റ് വിജയിക്കുകയും ചാൾസ് വൺ അവിടെ എക്സിക്യൂട്ടഡ് ആവുകയും ചെയ്തു. ഇതാണ് പാർലമെൻ്ററി സുപ്രമസിക്ക് ഒരു തുടക്കം കുറിച്ച ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ദ കോമൺവെൽത്ത് ആൻഡ് പ്രൊട്ടക്ടറേറ്റ്, അതായത്
ചാൾസ് ഒന്നാമൻ്റെ മരണശേഷം ഇനി എങ്ങനെയാണ് ഇംഗ്ലണ്ടിൻ്റെ ഭരണം പോകുന്നത് എന്നാണ് നമ്മളിനി പറയുന്നത്. അപ്പോൾ ചാൾസ് വണ്ണിൻ്റെ മരണശേഷം ഇംഗ്ലണ്ട് ഒരു കോമൺവെൽത്തായി മാറി. അപ്പോൾ എങ്ങനെയാണ് കോമൺവെൽത്തായി മാറിയത് എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ അധികാരത്തിലേക്ക് വരുന്നത് ഒലിവർ ക്രോംവെല്ലാണ്. അവിടുത്തെ ലോർഡ് പ്രൊട്ടക്ടറായിട്ട് മാറുന്നത് ഒലിവർ ക്രോംവെല്ലാണ്. അദ്ദേഹം അവിടെ രാജഭരണം ഒഴിവാക്കിയിട്ട് സൈനിക ഭരണമാണ് നടപ്പിലാക്കുന്നത്. അതായത് മുന്നേയുള്ള ജെയിംസ് വണ്ണും ചാൾസ് വണ്ണും ഒക്കെ രാജഭരണമല്ലേ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ഇവിടെ ഒലിവർ ക്രോംവെൽ സൈനിക ഭരണമാണ് നടപ്പിലാക്കുന്നത്. ഒരു മിലിറ്ററി കൺട്രോളാണ് അവിടെ നടപ്പിലാക്കുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ റിലീജിയസ് ബേസ് എന്ന് പറയുന്നത് പ്യൂരിറ്റൻസ് റൂൾസാണ് നടപ്പിലാക്കുന്നത്. മുന്നേ ആരായിരുന്നു? പ്രൊട്ടസ്റ്റൻസ് അല്ലേ. ഇവിടെ ഒലിവർ ക്രോംവെല്ലിലൂടെ നമ്മൾ കാണുന്നത് പ്യൂരിറ്റൻ റൂൾസാണ്. പിന്നീട് ഈ ഒലിവർ ക്രോംവെല്ലിൻ്റെ മരണശേഷം ഇത് കണ്ടിന്യൂ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള റിച്ചാർഡിന് കഴിയാതെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും അവിടെ ഇഷ്യൂസ് തന്നെയല്ലേ വരിക. അപ്പോൾ പിന്നെ വീണ്ടും ഇംഗ്ലണ്ടിൽ ഇതിന് ശേഷം ആരാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ മനസ്സിലാക്കും. ഇനി ആദ്യം പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ നേരത്തെ പറഞ്ഞ ചാൾസ് വണ്ണിൻ്റെ മരണശേഷം ഇംഗ്ലണ്ടിൽ ഒരു കോമൺവെൽത്തായി മാറിയത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ മുന്നേ പറഞ്ഞത് എന്താ, ജെയിംസ് വണ്ണും പാർലമെൻറ്റും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നു. പാർലമെൻറ്റ് അതിൽ ജയിക്കുന്നു, സിവിൽ വാർ ഉണ്ടാവുന്നു. പിന്നീട് ചാൾസ് വൺ എക്സിക്യൂട്ട് ആവുന്നു. അതിനുശേഷം അവിടുത്തെ നേരത്തെ പറഞ്ഞ പാർലമെൻറ്റിൻ്റെ സൈനിക മേധാവിയായിട്ടുണ്ടായിരുന്ന ഒലിവർ ക്രോംവെല്ലാണ് പിന്നീട് ഈ ഭരണത്തിലേക്ക് വരുന്നത്. അങ്ങനെ അവിടെ ഒരു കോമൺവെൽത്തായി മാറി, റിപ്പബ്ലിക്കായി മാറി, രാജ്യഭരണം അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഇംഗ്ലണ്ട് ഒരു കോമൺവെൽത്തായിട്ട് മാറുന്നത്. അങ്ങനെ ഇവിടെ പ്യൂരിറ്റൻസിൻ്റെ ആ ഒരു ബേസിലേക്കാണ് പിന്നെ പോകുന്നത്. അതായത് മുന്നേ പ്രൊട്ടസ്റ്റൻസിൻ്റെ ഭരണമായിരുന്നല്ലോ, അല്ലെങ്കിൽ ആ ഒരു മതവിഭാഗത്തിൻ്റെ ആണല്ലോ മുന്നോട്ട് പോരുന്നത്. ഇപ്പോൾ ഇവിടെ ഒലിവർ ക്രോംവെൽ വന്നപ്പോൾ അദ്ദേഹം പ്യൂരിറ്റൻസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു ക്രോംവെല്ലിൻ്റെ മകനായിട്ടുള്ള അദ്ദേഹത്തിന് റിച്ചാർഡിന് പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ മാത്രമാണ് ഇവിടെ ഈ ഒരു റിപ്പബ്ലിക്കായിട്ടുള്ള ഇംഗ്ലണ്ട് പിന്നീട് ആ ഒരു പാർലമെൻ്ററി ഭരണം വീണ്ടും അവിടെ അവസാനിക്കേണ്ട കണ്ടീഷൻ വന്നു. അതുമാത്രമല്ല ചാൾസ് സെക്കൻഡ് അവിടുന്ന് തിരിച്ചു വന്നു. അതായത് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ചാൾസ് വണ്ണിൻ്റെ മകനായിട്ടുള്ള ചാൾസ് സെക്കൻഡ് തിരിച്ചു വന്നു. അപ്പോൾ വീണ്ടും അവിടെ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങണേ. ചാൾസ് സെക്കൻഡ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ചാൾസ് സെക്കൻഡിൻ്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റോറേഷൻ എന്നാണ് പറയുക. അദ്ദേഹം അറിയപ്പെടുന്നത് മെറി മൊണാർക്ക് എന്നാണ്. അങ്ങനെ എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ആദ്യം പറയുന്നത് തിയേറ്റേഴ്സ് റീ ഓപ്പൺ. അതായത് തൊട്ട് മുന്നേ കുറച്ച് സമയത്ത് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തിയേറ്റേഴ്സ് എല്ലാം ക്ലോസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിസബത്തിൻ്റെ കാലഘട്ടത്തിൽ ഗ്ലോബ് തിയേറ്റർ, ദ തിയേറ്റർ, അങ്ങനെയൊക്കെ ഒരുപാട് തിയേറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ ചില ഇഷ്യൂസ് കാരണം, ഈ നേരത്തെ റിലീജിയസ് ഇഷ്യൂസൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. അതൊക്കെ കാരണം തിയേറ്റേഴ്സ് ക്ലോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ക്ലോസ് ചെയ്ത തിയേറ്റേഴ്സ് എല്ലാം റീ ഓപ്പൺ ചെയ്തത് ഈ ചാൾസ് സെക്കൻഡ് ഭരിക്കുന്ന സമയത്താണ്. പിന്നെ മാത്രമല്ല നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു തിയേറ്റേഴ്സിൽ അഭിനയിക്കുമ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ അഭിനയിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. 12-14 ആക്ടേഴ്സ് ഫീമെയിൽ കഥാപാത്രങ്ങളെയും അവർ തന്നെയാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അത് മാറിയിട്ട് സ്ത്രീകൾക്ക് ഇവിടെ അഭിനയിക്കാം, വിമൻ അവിടെ റോള് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അതൊരു മാറ്റമാണ്. പിന്നെയുമാണ് ഒരുപാട് മാറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിലും റിലീജിയസ് ടെൻഷൻസ് റിമൈൻഡ്. അതവിടെ മതപരമായ ഇഷ്യൂസ്, ഈ പ്യൂരിറ്റൻസും പ്രൊട്ടസ്റ്റൻസും കാത്തോലിക്സും തമ്മിലുള്ള ഇഷ്യൂസ് ഒന്നും അവിടെ എവിടെയും അവസാനിച്ചില്ല. ഇനിയിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ക്ലാരൻറ്റൻ കോഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ക്ലാരൻറ്റൻ കോഡ് എന്നുള്ളതാണ് നമ്മൾ ഇനി ആദ്യം നോക്കുന്നത്. അതായത് ക്ലാരൻറ്റൻ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17th സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ടിൽ പാസ്സാക്കിയിട്ടുള്ള ഒരു 4 നിയമങ്ങൾ. അതായത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു സ്ഥാനം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന പ്രൊട്ടസ്റ്റൻ്റ് അതുപോലെ കാത്തോലിക്സ് അവരെയൊക്കെ അടിച്ചമർത്താനും വേണ്ടിയിട്ടാണ് രാജാവ്, അതായത് ചാൾസ് സെക്കൻഡ് ഈ ഒരു നിയമം കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം പറയുന്നത് കോർപ്പറേഷൻ ആക്റ്റാണ്. അതായത് അവിടുത്തെ നഗരസഭ അതുപോലെ പ്രാദേശികമായ ഭരണകൂടങ്ങൾ അവിടേക്കുള്ള ഉദ്യോഗസ്ഥന്മാർ നിർബന്ധമായിട്ടും ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ആചാരങ്ങൾ പാലിക്കണമെന്നും അതുപോലെ രാജാവിനോടാണ് കൂടുതൽ നന്ദിയുള്ളവരായിരിക്കേണ്ടതെന്നൊക്കെ നിയമത്തിനകത്ത് പറയുന്നുണ്ട്. രണ്ടാമത്തത് ആക്ട് ഓഫ് യൂണിഫോമിറ്റി. അതായത് അവിടെയുള്ള പുരോഹിതന്മാർ ബുക്ക് ഓഫ് കോമൺ പ്രെയർ എന്ന് പറയുന്നത് പ്രാർത്ഥനാ പുസ്തകം അനുസരിച്ച് മാത്രമേ പ്രാർത്ഥനകൾ നടത്താവൂ എന്ന് നിർബന്ധമാക്കി. അപ്പോൾ അത് പാലിക്കാത്ത ഒരുപാട് പുരോഹിതന്മാർ ജോലിയിൽ നിന്ന് പുറത്താക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കോൺവെൻറ്റിക്കൽ ആക്ട് വരുന്നുണ്ട്. അതിനകത്ത് ഈ അംഗീകൃതമായ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പുറത്തുള്ള മതപരമായ കുറേ കൂട്ടായ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനകത്ത് 5-ൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന യോഗങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുന്നതൊക്കെ നിരോധിച്ചു.
അതായത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ബേസിലുള്ളത് മാത്രം മതി എന്നുള്ളത്. പിന്നെ 4ാമത്തെ ആക്ട് 5 മൈൽ ആക്റ്റാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള പുരോഹിതന്മാർ അവർ മുമ്പ് എവിടെയാണോ വർക്ക് ചെയ്തിട്ടുള്ളത്, ഇടവക എന്നൊക്കെ പറയില്ലേ, അവിടെ നിന്ന് ഒരു 5 മൈൽ ചുറ്റളവിൽ താമസിക്കാനോ പഠിപ്പിക്കാനോ പാടില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഈ ഒരു ക്ലാരൻഡൻ കോഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ചാൾസ് സെക്കൻഡ് അദ്ദേഹത്തിന് മക്കളൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു അവകാശിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അടുത്ത അവകാശിയായിട്ട് ഇംഗ്ലണ്ടിൻ്റെ ആരാ വരിക? ചാൾസ് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാൾസ് സെക്കൻഡിൻ്റെ സഹോദരനായിട്ടുള്ള ജെയിംസ് സെക്കൻഡാണ് ഇനി അധികാരത്തിലേക്ക് വരിക. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായത് എന്നാണ് ഇനി പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം ജെയിംസ് 1 അവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജെയിംസ് 1 അധികാരം പിന്നീട് കൊടുക്കുന്നത് ചാൾസ് 1-നാണ്. ജെയിംസ് 1-ൻ്റെ ആദ്യത്തെ മകനാണ് ചാൾസ് 1, രണ്ടാമത്തെ മകനാണ് ജെയിംസ് 2. ഈ ചാൾസ് 1-ൻ്റെ മകനാണ് ചാൾസ് സെക്കൻഡ്. അപ്പോൾ ഇനി ഇവിടെ ചാൾസ് 1-ൻ്റെ ഭരണം കഴിഞ്ഞു, ചാൾസ് സെക്കൻഡിൻ്റെ കഴിഞ്ഞു. ഇനി അടുത്തത് ചാൾസ് സെക്കൻഡിന് മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട്, അനന്തരാവകാശം ഇല്ലാത്തത് കൊണ്ട് ഇനി അധികാരം പോകുന്നത് കാത്തോലിക്കായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ജെയിംസ് 2-ലേക്കാണ്. അപ്പോൾ ഇവിടെ ഇംഗ്ലണ്ടിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ജെയിംസ് 1 ഒരു ആംഗ്ലിക്കൻ ഓർ പ്രൊട്ടസ്റ്റൻ്റ് ആയിരുന്നില്ലേ? അപ്പോൾ ഇനി അവിടേക്ക് അടുത്തത് വരുന്നത് ആരാ? കാത്തോലിക്സ് അല്ലേ? അപ്പോൾ ആരൊക്കെ തമ്മിലായിരിക്കും വിശ്വാസം ഉണ്ടാവുക? ഈ ചാൾസ് സെക്കൻഡിൻ്റെ ആംഗ്ലിക്കൻ ഓർ പ്രൊട്ടസ്റ്റൻസും അതുപോലെ കാത്തോലിക്സും തമ്മിലാണ് ഇനിയൊരു വിഷയം വരിക. അപ്പോൾ ഒരിക്കലും കാത്തോലിക്സിനെ അംഗീകരിക്കാൻ ആർക്ക് കഴിയില്ല? അവിടുത്തെ ജനവിഭാഗമായിട്ടുള്ള ആംഗ്ലിക്കൻ ഓർ പ്രൊട്ടസ്റ്റൻസിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ജെയിംസ് 2-നെ കുറിച്ചാണ്. അതായത് പ്രൊട്ടസ്റ്റൻ്റ് നേഷൻ, അതായത് കൂടുതൽ ആളുകളും പ്രൊട്ടസ്റ്റൻസ്, ഒരു ആംഗ്ലിക്കൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ പ്രദേശത്ത് ജെയിംസ് 2 വന്നു കഴിഞ്ഞാൽ, ഒരു കാത്തോലിക് കിങ് ആയിട്ടുള്ള ജെയിംസ് 2 വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ചരിത്രത്തിലൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടമായിരുന്നു ഇത്. ജെയിംസ് ഒരു റോമൻ കാത്തോലിക്കനായതിനാൽ തന്നെ അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്യൂസ് അവിടെ ഉണ്ടായി, ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ തർക്കമാണ് ഒരു ബ്രിട്ടീഷ് പാർലമെൻ്ററി സംവിധാനത്തിലേക്ക് അടിത്തറയുണ്ടാക്കിയത്. ആദ്യത്തെ ഈ അനന്തരാവകാശം ഇല്ലാത്ത പ്രശ്നമാണ്. അതായത് ചാൾസ് 2 രാജാവിന് മക്കളില്ലല്ലോ. അപ്പോൾ റോമൻ കാത്തോലിക്ക മതത്തിലേക്ക് പരസ്യമായിട്ട് പരിവർത്തനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരനായിട്ടുള്ള ജെയിംസ് ഇങ്ങോട്ട് വന്നു, ഒരു അവകാശിയായിട്ട് വന്നു. അപ്പോൾ ഒരു കാത്തോലിക്ക രാജാവ് പ്രൊട്ടസ്റ്റൻ്റ് മതത്തെ അടിച്ചമർത്തുമോ എന്നുള്ളൊരു പേടി, അതായത് പ്രൊട്ടസ്റ്റൻ്റ് ഭൂരിപക്ഷമുള്ള ഇംഗ്ലീഷുകാർക്കും അവിടുത്തെ പൊതുജനങ്ങൾക്കൊക്കെ പാർലമെൻറ്റിനൊക്കെ വളരെയധികം ഭയമുണ്ടാക്കി. അപ്പോൾ ഇവരുടെ ഈ പാർലമെൻറ്റിൻ്റെയും ജനങ്ങളുടെയും മെയിൻ അജണ്ട എന്തായിരുന്നു? ജെയിംസ് സെക്കൻഡിനെ ഈ ചാൾസ് സെക്കൻഡിന് ശേഷമുള്ള പിന്തുടർച്ചാവകാശത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരൊരു ബില്ല് ഇംഗ്ലണ്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. പകരം ഒരു പ്രൊട്ടസ്റ്റൻ്റ് അവകാശിയെ തന്നെ അവിടെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ജെയിംസ് സെക്കൻഡ് ഇവിടെ എന്താ ചെയ്തത്? അദ്ദേഹം ഡിക്ലറേഷൻ ഓഫ് ഇൻ്റലിജൻസ് പുറപ്പെടുവിച്ചു, അതായത് ടു ഗിവ് റിലീജിയസ് ഫ്രീഡം. അദ്ദേഹം പക്ഷേ നല്ല രീതിയിലാണ് ചിന്തിച്ചത്, ഒരു മതസ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ പാർലമെൻറ്റിനോ അല്ലെങ്കിൽ അവിടുത്തെ പ്രൊട്ടസ്റ്റൻസിനോ ഇത് മനസ്സിലായില്ല. അവരെന്ത് ചെയ്തു? ഇത് പാർലമെൻറ്റിനെതിരായിട്ടുള്ള നീക്കമായിട്ടാണ് അവർ കണ്ടത്. അങ്ങനെ പ്രധാന സ്ഥലങ്ങളിൽ കാത്തോലിക്സുകളെ എല്ലാം എന്ത് ചെയ്തു? ഇദ്ദേഹം ജെയിംസ് സെക്കൻഡ് നിയമിച്ചിരുന്നു. അദ്ദേഹത്തിന് പിന്നീടൊരു കാത്തോലിക്സിൽ തന്നെ ഉള്ള ഒരു മകൻ പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് വീണ്ടും കൂടുതൽ പേടി വന്നു തുടങ്ങി. ഇനി അടുത്തൊരു അനന്തരാവകാശി വന്നു, അവരും തീർച്ചയായിട്ടും കാത്തോലിക്സിനെ പോവുക. അപ്പോൾ വീണ്ടും പാർലമെൻറ്റിനും പ്രൊട്ടസ്റ്റൻസിനും ഒക്കെ വീണ്ടും അത് ദേഷ്യമായി. അങ്ങനെയാണ് ഇങ്ങനെ എല്ലാ രീതിയിലും അടുത്തൊരു അവകാശി വീണ്ടും കാത്തോലിക്സിലേക്ക് വഴിമാറുമോ എന്നുള്ള ഭയമാണ് ഗ്ലോറിയസ് റെവല്യൂഷന് കാരണമായത്. അതുമാത്രമല്ല, ചാൾസ് സെക്കൻഡ് നേരത്തെ കൊണ്ടുവന്നൊരു ക്ലാരൻഡൻ കോഡ് ഉണ്ടല്ലോ, അത് ജെയിംസ് സെക്കൻഡ് അവിടുന്ന് ഒഴിവാക്കുകയും ചെയ്തു, നിരോധിക്കുകയും ചെയ്തു. അതോടുകൂടിയിട്ട് ഗ്ലോറിയസ് റെവല്യൂഷനിലേക്ക് അത് വഴിതെളിയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഗ്ലോറിയസ് റെവല്യൂഷൻ്റെ ഒരു പ്രധാന കാരണം ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ചാൾസ് സെക്കൻഡ് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറച്ച് കോഡുകളുണ്ടല്ലോ, 4 നിയമങ്ങൾ, അത് പക്ഷേ അടുത്ത ഭരണാവകാശിയായിട്ടുള്ള ജെയിംസ് സെക്കൻഡിന് അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അദ്ദേഹം കാത്തോലിക്സ് അല്ലേ. അപ്പോൾ അദ്ദേഹം അത് നിർത്തലാക്കി. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങൾ ഏതാണ് കൂടുതലുള്ളത്? പ്രൊട്ടസ്റ്റൻസും പാർലമെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇല്ല. അവർക്ക് ഇത് നിർത്തലാക്കിയതോട് കൂടിയിട്ട് അവർക്ക് ദേഷ്യമായി. അത് ഗ്ലോറിയസ് റെവല്യൂഷനിലേക്ക് വഴിതെളിയിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്താണ് ഗ്ലോറിയസ് റെവല്യൂഷൻ.
അതുപോലെ തന്നെ ഗ്ലോറിയസ് റെവല്യൂഷന് ശേഷം ഇംഗ്ലണ്ടിൽ ആരാണ് ഭരിച്ചത്, അതുമാത്രമല്ല ജെയിംസ് സെക്കൻഡിന് എന്താണ് സംഭവിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോണത്. അതായത് ജെയിംസ് സെക്കൻഡ് ഇംഗ്ലണ്ടിൽ ഭരിക്കുന്ന സമയത്ത് കാത്തോലിക്സും പ്രൊട്ടസ്റ്റൻസും തമ്മിൽ ഒരുപാട് വിഷയങ്ങളുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഗ്ലോറിയസ് റെവല്യൂഷനിലേക്ക് വഴിതെളിച്ച് ചരിത്ര സംഭവം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. കാത്തോലിക് സഭയോടുള്ള ജെയിംസ് സെക്കൻഡിൻ്റെ ആ ഒരു അനുഭാവം, അതുപോലെ പാർലമെൻറ്റിൻ്റെ അധികാരം വെട്ടിക്കുറക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗക്കാരായിട്ടുള്ള പ്രഭുക്കന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ജെയിംസ് സെക്കൻഡിന് നേരെ തിരിഞ്ഞു. തുടർന്ന് ഈ ഡച്ചുകാരായിട്ടുള്ള ഈ വില്യം തേർഡ്, അതായത് അദ്ദേഹം അറിയപ്പെടുന്നത് വില്യം ഓഫ് ഓറഞ്ച് എന്നാണ്, അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് സൈന്യത്തെ നയിക്കാൻ വേണ്ടിയിട്ട് വന്നു. അതായത് ഈ പ്രൊട്ടസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ സൈന്യത്തെ നയിക്കുകയും ജെയിംസ് രണ്ടാമന് യാതൊരു തരത്തിലുള്ള പിന്തുണ ജനങ്ങൾ, കൂടുതൽ ആളുകളും പ്രൊട്ടസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഈ കത്തോലിക്സിൻ്റെ വളരെ കുറച്ച് സപ്പോർട്ട് മാത്രമാണ് ജെയിംസ് ടൂന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്തുണ്ടായി, അദ്ദേഹത്തിന് പിന്തുണ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഫ്രാൻസിലേക്ക് ഒളിച്ചോടി പോവേണ്ട ഒരു സാഹചര്യം വന്നു. അതായത് പ്രധാനമായിട്ടും ഇദ്ദേഹം എന്തെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കും ജെയിംസ് സെക്കൻഡ്, ഈ പ്രൊട്ടസ്റ്റൻ്റ് രാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ കാത്തോലിക് ആ ഒരു മതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ലേ അദ്ദേഹം ശ്രമിക്കുന്നത്. തൊട്ട് മുന്നേ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൊട്ടസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ അദ്ദേഹം വീണ്ടും ഇവിടെ കാത്തോലിക്സിൻ്റെ പെട്ടെന്ന് വന്നിട്ട് കാത്തോലിക്സിൻ്റെ ആ ഒരു മതവിഭാഗം അതിൻ്റെ രീതികൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം ശ്രമിച്ചത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കുറേ നിയമങ്ങൾ നിർമ്മിക്കാനും പാർലമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ ഭരിക്കാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ പ്രൊട്ടസ്റ്റൻ്റുകാരായിട്ടുള്ള പ്രഭുക്കന്മാർക്കും അതുപോലെ ബാക്കിയുള്ളവർക്കൊക്കെ ദേഷ്യമായി മാറിയിട്ട് ഇവരെന്ത് ചെയ്തു, ഈ വില്യം ഓഫ് ഓറഞ്ചിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇവിടെ ഒരു ഭരണാധികാരിയാവാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു. അങ്ങനെ വില്യം സൈന്യവുമായിട്ട് ഇവിടെ വന്നിട്ട് ജെയിംസ് രണ്ടാമൻ്റെ സ്വന്തം സൈന്യത്തെ ഒക്കെ രണ്ടും ഒന്നാക്കാനും അതുപോലെ തന്നെ ജെയിംസ് രണ്ടാമൻ്റെ സപ്പോർട്ട് കുറയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ജെയിംസ് സെക്കൻഡിൻ്റെ സ്വന്തം സൈന്യം പോലും ഈ ജെയിംസ് സെക്കൻഡിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ഇങ്ങനെ ഏറ്റവും അവസാനം അദ്ദേഹത്തിന് യാതൊരു നിവൃത്തിയില്ലാതെയാണ് അദ്ദേഹം ഫ്രാൻസിലേക്ക് പോവേണ്ടി വന്നത്. ഈ എതിർപ്പ് അത്രയും ശക്തമായപ്പോൾ ആദ്യം പിടിയിലാവുന്നുണ്ട്. പക്ഷേ വില്യം ഓഫ് ഓറഞ്ച് അദ്ദേഹത്തിന് അവസാനം സ്വതന്ത്രനായി വിടാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്യുകയും ഫ്രഞ്ച് രാജാവായിരുന്ന ഒരു ലൂയിസ് 14 അദ്ദേഹത്തിന് അവിടെ അഭയം നൽകുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇംഗ്ലണ്ടിൽ അടുത്ത ഭരണം വരുന്നത് ആരായിരിക്കും? വില്യം തേർഡും മാരി സെക്കൻഡും. അതാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഗ്ലോറിയസ് റെവല്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നുള്ളതും ആരൊക്കെയാണ് തമ്മിൽ അതുണ്ടായത് എന്നുള്ളതും എന്തൊക്കെയാണ് അതിൻ്റെ കാരണം എന്നുള്ളതും ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇവിടെ എന്തെല്ലാം മാറ്റങ്ങൾ അപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. അതായത് വില്യം ഓഫ് ഓറഞ്ച് ഇംഗ്ലണ്ടിൽ വന്നു, ജെയിംസ് സെക്കൻഡ് ഫ്രാൻസിലേക്ക് പോയി, പാർലമെൻറ്റ് വില്യം സെക്കൻഡും മേരിയും കൂടി സംയുക്തമായിട്ട് രാജാക്കന്മാരായിട്ട് അവിടെ ഭരിക്കാൻ തുടങ്ങി. അതായത് വില്യം ഓഫ് ഓറഞ്ചിൻ്റെ ക്യൂനാണ് മാരി സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ സംയുക്തമായിട്ട് ഭരിച്ചു. അവിടെ ബിൽ ഓഫ് റൈറ്റ്സ് വന്നു. അങ്ങനെ രാജാവിൻ്റെ അധികാരം പരിമിതപ്പെടുത്തി. അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി വന്നു. അതുപോലെ ടോളറേഷൻ ആക്റ്റിലൂടെ അവിടുത്തെ പ്രൊട്ടസ്റ്റൻ്റുകാർക്ക് സ്വാതന്ത്ര്യം നൽകി. ഇതിനെക്കുറിച്ചെല്ലാം ജോൺ ലോക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ക്യൂൻ ആൻ ആയിരുന്നു ലാസ്റ്റ് സ്റ്റുവർട്ട് മൊണാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കാലത്ത് ആക്ട് ഓഫ് യൂണിയൻ വഴി ഇംഗ്ലണ്ടും സ്കോട്ട്ലാൻഡും ചേർന്നിട്ട് ഗ്രേറ്റ് ബ്രിട്ടനായിട്ട് മാറുന്നുണ്ട്. അതുപോലെ സ്പാനിഷ് വാറിൽ ബ്രിട്ടൻ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് ഇപ്പോൾ ഈ ക്യൂൻ ആൻ്റെ ആ ഒരു കാലം കഴിഞ്ഞിട്ട് പിൻഗാമികളൊന്നും ഇല്ലാത്തതിനാൽ ഒരു ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് പ്രകാരം ഈ ഒരു അധികാരം പിന്നീട് ഹാനോവറിയൻ ആ ഒരു ഫാമിലിക്ക് കൈമാറുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നീട് വരുന്നത് അവിടുത്തെ രാജാവായിട്ട് ജോർജ് വണ്ണാണ്. അപ്പോൾ ഈ ഹനോവറിയൻ ഡൈനാസ്റ്റി എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് ഹനോവറിയൻ ഡൈനാസ്റ്റിയാണ്. അപ്പോൾ ഹനോവറിയൻ ഡൈനാസ്റ്റിയിൽ അധികാരത്തിലേക്ക് വരുന്ന രാജാവാണ് ജോർജ് വൺ. അപ്പോൾ ജോർജ് വണ്ണിൻ്റെ ഭരണത്തോടെ ഹനോവറിയൻ ഡൈനാസ്റ്റി ആ ഒരു രാജഭരണം അവിടെ സ്ഥാപിക്കുകയാണ്. ആദ്യത്തെ രാജാക്കന്മാർക്ക് അത്രയധികം ഇംഗ്ലീഷൊന്നും അറിയില്ലാത്തതുകൊണ്ട് തന്നെ റോബർട്ട് വാൾപോളിനെ പോലെയുള്ള മന്ത്രിമാർക്ക് അവിടെ അധികാരമൊക്കെ കിട്ടി. അങ്ങനെ ഇത് പാർലമെൻറ്റിൻ്റെ രീതികളെയൊക്കെ ഒരുപാട് ശക്തിപ്പെടുത്താൻ അത് സഹായകമായിരുന്നു. പിന്നീട് ജോർജ് തേർഡിൻ്റെ കാലത്ത് ഒരുപാട് അമേരിക്കൻ കോളനികളൊക്കെ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ
ഒരു 1800 ആയി കഴിഞ്ഞപ്പോഴേക്കും രാജാവിൻ്റെ അധികാരം കുറഞ്ഞ് വീണ്ടും അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് രൂപപ്പെടാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ഹാനോവേറിയൻ എന്ന് പറയുന്ന എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഹാനോവേറിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടനും അയർലൻഡും ഭരിച്ചിട്ടുള്ള ഒരു ജർമ്മൻ രാജകുടുംബമായിരുന്നു ഹാനോവേറിയൻ. അപ്പോൾ അവരിൽ ഒരുപാട് ആളുകളുണ്ട്, അതായത് ജോർജ് 1, ജോർജ് 2 അങ്ങനെ കുറേ ആളുകളുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് ഏറ്റവും അവസാനമാണ് നമുക്കറിയുന്ന ക്വീൻ വിക്ടോറിയ. 1837 മുതൽ 1901 വരെ വിക്ടോറിയ രാജ്ഞിയുടെ മരണം വരെ പിന്നെ ഭരിക്കുന്നത് വിക്ടോറിയയാണ്. അവിടെ പറയുന്നില്ല, ജസ്റ്റ് അത് ആരാണെന്നുള്ളത് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഹാനോവേറിയൻസ് ആരാണെന്ന് മാത്രമേ ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദി എൻലൈറ്റൻമെൻറ്റ് വാസ് എൻ ഏജ് ഓഫ് റീസൺ, സയൻസ് ആൻഡ് ലിബർട്ടി. തിങ്കേഴ്സ് ലൈക്ക് ജോൺ ലോക്ക്, ന്യൂട്ടൺ, ഹ്യൂം പ്രൊമോട്ടഡ് rational thought. It influenced democracy, education and literature. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇതിന് മുന്നേ ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയാലൊക്കെ നമുക്ക് ആകെ മനസ്സിലാവുന്നൊരു കാര്യം എന്താ, മതപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിത രീതികളാണ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരു 1688 മുതൽ 1789 വരെയുള്ള ആ ഒരു കാലം, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വീണ്ടും അടുത്തൊരു അതിനേക്കാൾ നല്ലൊരു മാറ്റത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കാലഘട്ടം എന്ന് പറയുന്നത് യുക്തിക്കും ശാസ്ത്രത്തിനും സ്വാതന്ത്ര്യത്തിനുമൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് ഇനി വരാൻ പോകുന്നത്. മതപരമായ കാര്യത്തിനേക്കാൾ കൂടുതൽ, അതായത് ജനാധിപത്യം, വിദ്യാഭ്യാസം, സാഹിത്യം ഇതിനൊക്കെ സ്വാധീനിച്ചുകൊണ്ട് മതത്തിന് പകരം മനുഷ്യ അനുഭവത്തിന് പ്രാധാന്യം കിട്ടിയിട്ട് അതുവഴി പുതിയ പുതിയ ചിന്തകൾ അങ്ങനെ നമ്മൾ വളർന്നു വരേണ്ടതാണ് എന്നുള്ളൊരു പുതിയ ചിന്ത ജോൺ ലോക്കിൻ്റെയും ന്യൂട്ടനിലൂടെയും ഹ്യൂമിലൂടെയും ഒക്കെ വന്നു. ഇതിനെയാണ് നമ്മൾ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ദർ ഈസ് എ മേജർ ഷിഫ്റ്റ് ഫ്രം റിലീജിയൻ ടു ഹ്യൂമൻ എക്സ്പീരിയൻസ്. അത് ആ ഒരു കാര്യം സാഹിത്യപരമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ബ്രിട്ടീഷ് റൈറ്റേഴ്സ് ഈ ഒരു കാര്യം സമൂഹത്തിൽ അവരുടെ വർക്കിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻലൈറ്റൻമെൻറ്റ് എന്താണെന്നുള്ളത് ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ 18th സെഞ്ച്വറി എന്ന് പറയുന്നത് അഗസ്റ്റിൻ ഏജ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ റിനൈസൻസ് കാലഘട്ടം, എലിസബത്തിൻ ഏജ് എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ നമ്മൾ പഠിച്ച് ഇവിടെ എത്തി അഗസ്റ്റിൻ ഏജിലേക്ക് എത്തി. 18th സെഞ്ച്വറിയാണ് നമ്മൾ അഗസ്റ്റിൻ ഏജ് എന്ന് പറയുക. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുന്നേയുള്ള കാലഘട്ടം പോലെയൊന്നുമല്ല, യുക്തിയുടെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള സയൻസ്, അങ്ങനെയുള്ള സ്വാതന്ത്ര്യം അതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം. ഇപ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞത് എന്താ, മിഡിൽ ഏജ് എന്ന് പറയുന്നത് മതപരമായ വിശ്വാസങ്ങൾ മാത്രമുള്ളൊരു ഡാർക്ക് ഏജ് ആയിരുന്നു. എലിസബത്തിൻ്റെ ഏജ് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടിയും ഒരു ഗോൾഡൻ ഏജായി മാറി. പിന്നെയും അപ്പോഴും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി അതിൽ നിന്നെല്ലാം മാറി നമ്മൾ യുക്തിക്ക്, അതുപോലെ മനുഷ്യ എക്സ്പീരിയൻസിന്, മനുഷ്യൻ്റെ അനുഭവങ്ങൾക്ക് ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്, 18ാം നൂറ്റാണ്ട് മുതൽ. അതിനെ നമ്മൾ അഗസ്റ്റിൻ ഏജ് എന്ന് പറയാം. ഇവിടെ പോപ്പിൻ്റെയും സ്വിഫ്റ്റിൻ്റെയും എഡിസൻ്റെയും പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്. ഈ സമയത്താണ് ഇനി നമ്മൾ അടുത്തൊരു കാര്യം പറയാൻ പോകുന്നത് കോഫി ഹൗസസും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ്. അതിൻ്റെയൊക്കെ സ്വാധീനം എന്താണ് സമൂഹത്തിൽ വന്നിട്ടുള്ളത്, രാഷ്ട്രീയത്തിലും അതുപോലെ സാഹിത്യത്തിലും വന്നിട്ടുള്ളത് എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ എൻലൈറ്റ്മെൻറ്റ് നിങ്ങൾ എന്താണെന്ന് എഴുതിയതിന് ശേഷം അപ്പോഴത്തെ ചില മേജർ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൈറ്റേഴ്സ് റിജക്റ്റഡ് ബ്ലൈൻഡ് സൂപ്പർസ്റ്റിഷൻ, ഓതേഴ്സ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് വിറ്റ് ആൻഡ് ഐറണി ടു എക്സ്പോസ് പൊളിറ്റിക്കൽ കറപ്ഷൻ, സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ ഫോളി. അതായത് റൈറ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പണ്ടത്തെ സൂപ്പർസ്റ്റിഷൻ അങ്ങനത്തെ മാനുഷികതയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്തു. അവർ സയൻസിൽ വിശ്വാസം കൊടുത്തു തുടങ്ങി. അതുപോലെ ഓതേഴ്സ് എല്ലാം കൂടുതലായിട്ടും വിറ്റ് ആൻഡ് ഐറണി, അതുപോലെ പൊളിറ്റിക്കൽ കറപ്ഷൻ, സമൂഹത്തിൽ നടക്കുന്ന അഴിമതി, സാമൂഹികമായിട്ടുള്ള ഇൻജസ്റ്റിസ്, ഹ്യൂമൻ ഫോളി ഇതൊക്കെയാണ് നോക്കിക്കാണേണ്ടത്. അല്ലാതെ മതവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ കുറേ വിശ്വാസങ്ങളും ഇതല്ല പുരോഗതി എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് സാഹിത്യത്തിലും ബാക്കിയുള്ള എല്ലാത്തിലും നമ്മൾ കൊണ്ടുവരേണ്ടത് കുറേ മതപരമായ വിശ്വാസങ്ങൾ, അതിൻ്റെ ബ്ലൈൻഡ് ആയിട്ടുള്ള സൂപ്പർസ്റ്റിഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നല്ല സാഹിത്യം സമൂഹം കൊണ്ടുവരേണ്ടത്. മറിച്ച് എന്താണ് വേണ്ടത്, കൂടുതലായിട്ടും സമൂഹത്തിലെ ഭരണം, അതുവഴി ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എന്തെല്ലാം സോഷ്യൽ ഇൻജസ്റ്റിസ് ഉണ്ടാകുന്നുണ്ട്, ഹ്യൂമൻ ഫോളീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് സമൂഹം തുറന്നു കാണിക്കേണ്ടത് എന്നുള്ള ഒരു രീതിയിലേക്ക് വഴിമാറി. ഇതാണ് എൻലൈറ്റൻമെൻറ്റ്. മാത്രമല്ല അടുത്തൊരു പോയിന്റ്, ദ റൈസ് ഓഫ് ദ നോവൽ ആൻഡ് എസ്സേ. നമ്മൾ മുന്നേ പഠിക്കുന്ന സമയത്ത് ഡ്രാമ, പോയട്രി
അതല്ലേ കൂടുതൽ പഠിച്ചിട്ടുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നോവലും അതുപോലെ എസ്സേയൊക്കെ കൂടുതലായിട്ട് വന്നത്. എസ്സേ മുന്നേ ഉണ്ട്, പക്ഷേ കുറച്ചുകൂടി കൂടുതൽ പ്രാധാന്യം വന്നത് ഇങ്ങനെയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗസീൻസും പീരിയോഡിക്കൽസും ഒക്കെ വന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റൈറ്റേഴ്സിനൊക്കെ ഒരുപാട് പബ്ലിഷ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുകയാണ്. ദ നോവൽ എക്സ്പ്ലോർഡ് ഇൻഡിവിജ്വലിസം ആൻഡ് റിയലിസം. നോവലിലെല്ലാം മെയിൻ തീമായിട്ട് ഇൻഡിവിജ്വലിസം അതുപോലെ റിയലിസം ഒക്കെ കൂടുതലായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ എൻലൈറ്റൻമെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18th സെഞ്ച്വറി അഗസ്റ്റിൻ ഏജിലാണ്. എന്നിട്ട് അത് എന്താണെന്ന് എഴുതുക. ഇത്രയും പോയിൻറ്റ്സുകൾ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ക്ലബ്സിനും കോഫി ഹൗസസിനുമൊക്കെ എന്തെല്ലാം പ്രാധാന്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 18th സെഞ്ച്വറി എന്ന് പറയുന്നത് അഗസ്റ്റിൻ ഏജാണ്. റീസൺ ആൻഡ് ഓർഡറിനാണ് പ്രാധാന്യമുള്ളത്. റൈറ്റേഴ്സ് ലൈക്ക് പോപ്പ്, സ്വിഫ്റ്റ് ആൻഡ് എഡിസൺ ഒക്കെയാണ് അന്ന് ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് കോഫി ഹൗസസിനും അതുപോലെ തന്നെ ക്ലബ്സിനൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ളത് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ കോഫി ഹൗസസ് എന്ന് പറയുന്നത് ചെറിയ യൂണിവേഴ്സിറ്റീസാണ്. അതായത് അവിടുത്തെ എല്ലാ വിഭാഗങ്ങളും, സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള പുരുഷന്മാർ ജേണലുകൾ വായിക്കാനും അതുപോലെ രാഷ്ട്രീയം ചർച്ച ചെയ്യാനും സാഹിത്യ വിമർശനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുമിച്ച് ചേർന്നിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംസാരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ ആവശ്യമായ രീതിയിൽ ഉപകാരപ്രദമായ രീതിയിലേക്ക് പോകാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയ ആയിരുന്നു അത്. മിക്കപ്പോഴും അന്ന് പ്രവർത്തനങ്ങളും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ മിക്ക ന്യൂസുകളും അവർക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് റൈറ്റേഴ്സ്, അതായത് അലക്സാണ്ടർ പോപ്പ്, ജനാഥൻ സ്വിഫ്റ്റ്, ജോസഫ് എഡിസൺ തുടങ്ങിയ എഴുത്തുകാർ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അതിന് ആവശ്യമായവ എഴുത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ തുടങ്ങി. അത് പിന്നീടാണ് കിറ്റ്കാറ്റ് ക്ലബ്ബ് പോലെയുള്ള വീണ്ടും അടുത്തൊരു സാഹിത്യ അസോസിയേഷൻസൊക്കെ ലിറ്റററി അസോസിയേഷൻസൊക്കെ രൂപീകരിക്കാൻ ഈ ഒരു കോഫി ഹൗസസിലൂടെ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അന്നത്തെ കോഫി ഹൗസസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് ടാറ്റ്ലറും സ്പെക്ടേറ്റർ പോലെയുള്ള മാഗസിൻസൊക്കെ വരുന്നത്. പിന്നീട് നോവലിനും അതുപോലെ എസ്സേക്കൊക്കെ ഒരുപാട് പ്രാധാന്യം വന്നു തുടങ്ങി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഫസ്റ്റ് ബ്ലോക്കിനകത്ത് പറയുന്നത്. ഇതിനകത്തുള്ള ഓരോ കിങ്, ജെയിംസ് 1 ആണെങ്കിലും ചാൾസ് 1, ചാൾസ് 2, ജെയിംസ് 2 ഇവരും അവരുടെ ഭരണ സംവിധാനങ്ങൾ, അവർ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസിഡൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് ബ്ലോക്ക് 1 നിന്ന് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ പേരുകളും അതുപോലെ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളും പോയിൻറ്റ്സിലൊക്കെ മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളവ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എക്സാമിന് അത് യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ബ്ലോക്ക് 2ലേക്ക് പോകാവുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അടുത്തൊരു വീഡിയോ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം നിങ്ങൾ ക്ലാസ് കണ്ട് ക്ലാസ്സിനകത്തുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതുപോലെ അത് എഴുതാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിലല്ലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലല്ല, നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് തോന്നുകയാണ് അടുത്തൊരു വീഡിയോ, അതിനകത്തും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്.